നമുക്ക് കണ്ടറിയാം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ വിദൂഷകൻ. ഈ നാടിനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. ഇതൊക്കെ നടന്നത് തന്നെ. എന്റെ കൂട്ടുകാരനാണ് ഈ വിദൂഷകൻ കൊണ്ട് ഫേസ്ബുക്ക് ഒക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അതെ അതെ, സ്വന്തം വീട് വൃത്തിയാക്കുവാൻ നാടിനെ വൃത്തികേടാക്കുന്ന ഭക്ഷണന്മാർ. എന്താ തെരുവുനായ്ക്കളോ? നല്ലതാ. നമ്മുടെ നാട് നാട്ടാര് എല്ലാം ബഹുകേമായിരിക്കുന്നു. ഈ നാടിനെയും നാട്ടുകാരെയും നിങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഈ വിദൂഷകൻ വിട പറയുകയാണ്. ബാക്കി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്താണ് രാജ്യം? ഓരോരുത്തന്മാരെ വേസ്റ്റ് കൊണ്ട് ഇട്ടോളും. ഇത് നമ്മുടെ പുതിയ നാട്. നല്ല മഴയും കാറ്റും വെള്ളവും ഇതിലേക്ക് സമാധാനത്തോടെ കഴിച്ചു നടക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കേരളത്തിൽ വന്നത്? ശരിക്കും ദൈവത്തിന്റെ നാട് തന്നെ. പേടിക്കണ്ട മോളെ, എനിക്കൊന്നും ആവില്ല. നീ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോകും. ഞാൻ പുതുതായി താമസം മാറി വന്നതാണ്. ഞങ്ങളങ്ങനെ നിൽക്കുന്നു വന്നതേ ഉള്ളൂ. ചേട്ടാ, നിങ്ങൾ
ഞങ്ങളിവിടെ നിൽക്കുന്നു. എടോ, ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരമാണ്. ഇതാകുമ്പോ നമ്മുടെ സ്ഥലമല്ല, മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമല്ല, ആരും ചോദിക്കാനും വരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ? എടോ, ഈ കാര്യത്തിലൊക്കെ ആര് നോക്കാനും? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും ഇല്ലാന്ന്. നിങ്ങളുടെ വീഴ്ചയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ അപകടത്തിലാക്കും. ഞാൻ നോക്കിക്കോളാം, തമ്പുരാട്ടിമാര് പോയാട്ടെ. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവും കേട്ടോ. ഞാൻ സഹിച്ചു, നിങ്ങൾ പൊക്കോ. ചേട്ടാ ഇങ്ങനെ കൊടുത്തുവിടുന്നു. എടോ, ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള സ്ഥിരം തട്ടിപ്പാ. ആ വാ, നമുക്ക് പോവാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, തീ! അയ്യോ! നമസ്കാരം. അത്യന്തം ഭയപ്പെടുത്തുന്ന രണ്ട് വാർത്ത കേട്ടുകൊണ്ടാണ് കേരളത്തിൽ ഉണർന്നത്. കൊച്ചിയിലെ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചു. തീയിൽ നിന്ന് നമുക്ക് ശ്വസിച്ച 10 വയസ്സുകാരി മരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. നമ്മളോടൊപ്പം ടീം റിപ്പോർട്ടർ അരുൺ ചേരുന്നു. അരുൺ, എന്താണ് അവിടുത്തെ സംഭവം? കേൾക്കാം. സംഭവ സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മാസ്ക് ധരിക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കൂടുതൽ നമുക്ക് അംഗത്തോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ പ്രദേശത്ത് കുറെ നാളുകളായി ആളുകൾ മാലിന്യം വലിച്ചെറിയുകയായിരുന്നു. അതിന്റെ ഫലമായാണ് ഈ കാണുന്ന ദുരന്തം. ഞങ്ങൾ മാലിന്യം ശേഖരിക്കാൻ വന്നപ്പോൾ അവർ ഭയങ്കര പുച്ഛഭാവത്തോടുകൂടിയാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഹരിത കർമ്മസേനയോടൊപ്പം ചേർന്ന് മാലിന്യം ശേഖരിക്കുക എന്നത് ഈ നാടിനോടുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഇനിയെങ്കിലും ഇത്തരം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഹരിതകർമ്മസേന അംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ കെടുകാര്യസ്ഥതയാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണമായത്. കണ്ടില്ലേ, പരശുരാമൻ മഴവറിഞ്ഞ് രൂപം കൊണ്ട നമ്മുടെ ദൈവത്തിന്റെ നാട്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരുതകക്കാന്തിയിൽ മുങ്ങി മുങ്ങിയ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം സ്വപ്നം കണ്ട് ഞങ്ങളുടെ ഈ കലാസൃഷ്ടി കാണുവാനെത്തിയ പ്രേക്ഷകരോട് ഈ വിദൂഷകൻ മാപ്പ് പറയുന്നു. കാരണം ആ കേരളം എന്നെ മരിച്ചിരിക്കുന്നു. മാലിന്യത്തിൽ മുങ്ങി മുങ്ങിയ ഈ നാട്ടിൽ മാലിന്യം കാരണം ജീവൻ നഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ മാത്രമേ കേൾക്കാനാവൂ. എന്നാൽ ആ കരച്ചിലുകൾ എന്നെ ബദിരമായി പോയ നിങ്ങളുടെ ചെവികളിലേക്ക് ഈ ഒരു ആശയം എത്തിക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ നാം നശിപ്പിക്കുന്നത് ഒരു നാടിന്റെ സംസ്കാരത്തെയാണ്, ഒരു നാടിനെയാണ്. അതുകൊണ്ട് നമുക്കും ഹരിത കേരളക്കാരോടൊപ്പം നമ്മുടെ നാടിന്റെ നവീകരണത്തിനായി ഒത്തുചേരാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ വിദൂഷകൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.